സിക്സ്ത് സ്റ്റാൻഡേർഡ് 8th ചാപ്റ്റർ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക്. മഹാശിലായുഗം. കരിങ്കല്ലിലും ചെങ്കല്ലിലും നിർമ്മിച്ച കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ തുടങ്ങിയവയാണ് മഹാശിലാ സ്മാരകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. വലിയ ശിലകൾ കൊണ്ടോ ശിലാപാളികൾ കൊണ്ടോ നിർമ്മിച്ചിരിക്കുന്നതിനാലാണ് ഇവയെ മഹാശിലാസ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടം മഹാശിലായുഗം എന്നും അറിയപ്പെടുന്നു. മഹാശിലായുഗത്തിൻ്റെ തെളിവുകൾ ദക്ഷിണേന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും കാണപ്പെടുന്നു. കേരളത്തിലെ മറയൂർ, ചേരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട്, തമിഴ്നാട്ടിലെ ആദിച്ചനെല്ലൂർ, കർണാടകയിലെ ബ്രഹ്മഗിരി, ആന്ധ്രാപ്രദേശിലെ നാഗാർജുനക്കൊണ്ട തുടങ്ങിയ പ്രദേശങ്ങൾ ദക്ഷിണേന്ത്യയിലെ പ്രധാന മഹാശിലായുഗ കേന്ദ്രങ്ങളാണ്. ദക്ഷിണേന്ത്യ. ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളായ കർണാടകം, തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നിവയും ഉൾപ്പെടുന്ന ഭാഗമാണ് ദക്ഷിണേന്ത്യ. മഹാശിലാസ്മാരകങ്ങൾ പ്രാചീന കാലത്തെ ശവസംസ്കാര രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൃതശരീരാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിനാണ് ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. മഹാശിലാസ്മാരകങ്ങളിൽ നിന്ന് ഇരുമ്പായുധങ്ങൾ ധാരാളമായി കണ്ടെത്തിയതിനാൽ ഈ കാലഘട്ടത്തെ ഇരുമ്പുയുഗം എന്നും അറിയപ്പെടുന്നു. ശരീരാവശിഷ്ടങ്ങൾക്കൊപ്പം അവർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ, ആയുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, നാണയങ്ങൾ എന്നിവയും മഹാശിലാസ്മാരകങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഇരുമ്പുയുഗം. ഇരുമ്പുയുഗത്തിൽ ഉപയോഗിച്ചിരുന്ന വ്യത്യസ്ത ആകൃതിയിലും വലുപ്പത്തിലുമുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഒരു ടേബിളാക്കിയിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കത്തി, വാള്, അരിവാള്, മുക്കാലിപ്പീഠം, വിളക്ക് മുതലായവ ഇതിൽ ഉൾപ്പെടുന്നു. ഇരുമ്പിൻ്റെ ഉപയോഗം മഹാശിലായുഗത്തിലെ കാർഷിക പുരോഗതിക്ക് സഹായകമായി. ഭക്ഷണശേഖരത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലേക്ക് പുരോഗമിച്ച ഒരു ജനതയുടെ നിർമ്മിതിയാണ് മഹാശിലാ സംസ്കാരം. ദക്ഷിണേന്ത്യയിലെ രാഷ്ട്ര രൂപീകരണം. കേരളത്തിലെ മറയൂരാണ് പ്രധാന മഹാശിലാ സ്മാരകങ്ങൾ ഉള്ളത്. ഇനി ദക്ഷിണേന്ത്യയിലെ രാഷ്ട്ര രൂപീകരണം. പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന പ്രധാന ചരിത്ര സ്രോതസ്സുകളാണ് പഴന്തമിഴ് പാട്ടുകൾ, നാണയങ്ങൾ, സഞ്ചാരക്കുറിപ്പുകൾ, ലിഖിതങ്ങൾ മുതലായവ. സംഘസാഹിത്യം. യാതും ഊരേ യാവരും കേളിർ, തീതും നഞ്ചും പിറർ തരാ വാര, പുറനാനൂറ്. എല്ലാം നമ്മുടെ നാട് തന്നെയാണ്, എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്, തിന്മയോ നന്മയോ ഒന്നും തന്നെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതല്ല. സംഘസാഹിത്യകൃതിയായ പുറനാനൂറിലെ വരികളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടായ്മയായിരുന്നു സംഘങ്ങൾ. ഈ സംഘങ്ങൾ അന്നത്തെ ഗായകരുടെ പാട്ടുകൾ ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നു. അതിനാൽ ഈ പാട്ടുകൾ സംഘം കൃതികൾ എന്നും ഈ കാലഘട്ടത്തെ സംഘകാലം എന്നും വിശേഷിപ്പിക്കുന്നു. പുറനാനൂർ പോലെ നിരവധി സാഹിത്യകൃതികളിൽ സംഘകാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിരുന്നു. അവയിൽ ചില പ്രധാന കൃതികളാണ് സംഘകാല സാഹിത്യകൃതികളാണ് അകനാനൂറ്, നറ്റിണൈ, പതിറ്റുപത്ത്, കുറുന്തൊക്കൈ. അകനാനൂറ്, കുറുന്തൊക്കൈ, നറ്റിണൈ, പതിറ്റുപത്ത്. എന്താണ് സംഘകൃതികൾ? സംഘകൃതികളെ പൊതുവിൽ അകം പാട്ടുകൾ എന്നും പുറം പാട്ടുകൾ എന്നും രണ്ടായി തിരിച്ചു. കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും പരാമർശിക്കുന്നവയാണ് അകം പാട്ടുകൾ.
കുടുംബജീവിതം, സാമൂഹ്യ ജീവിതം, അകമ്പാട്ടുകൾ. സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായ ജീവിതത്തെ പരാമർശിക്കുന്നത് പുറംപാട്ടുകൾ. സാമ്പത്തികം, രാഷ്ട്രീയം, സൈനികവുമായ വിവരങ്ങൾ പുറംപാട്ടുകൾ. സംഘസാഹിത്യ കൃതികൾക്ക് പുറമെ പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന മറ്റ് തമിഴ് സാഹിത്യകൃതികളാണ് തിരുക്കുറൽ, ചിലപ്പതികാരം, മണിമേഖല. തമിഴ് സാഹിത്യകൃതികളാണ് തിരുക്കുറൽ, ചിലപ്പതികാരം, മണിമേഖല. തിരുക്കുറൽ തമിഴ് സാഹിത്യത്തിലെ അനശ്വര കൃതികളിലൊന്നാണ് തിരുക്കുറൽ. തിരുവള്ളുവരാണ് ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. തിരുക്കുറൽ രചിച്ചത് തിരുവള്ളുവർ. ചിലപ്പതികാരം എന്നത് കണ്ണകിയുടെയും കോവാലൻ്റെയും കഥ പറയുന്ന ചിലപ്പതികാരത്തിൻ്റെ രചയിതാവ് ഇളങ്കോ അടികളാണ്. ചിലപ്പതികാരത്തിൻ്റെ രചയിതാവ് ഇളങ്കോ അടികൾ. മണിമേഖല കോവാലൻ്റെയും മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥ പറയുന്ന കൃതിയാണ് മണിമേഖല. ചിത്തലൈ ചാത്തനാറാണ് മണിമേഖല രചിച്ചത്. ചിത്തലൈ ചാത്തനാറാണ് മണിമേഖല രചിച്ചത്. കോവാലൻ്റെയും മാധവിയുടെയും മകള് മണിമേഖലയുടെ കഥ പറയുന്ന കൃതിയാണ് മണിമേഖല. സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതം. സംഘം കൃതികൾ ഉൾപ്പെട്ട പഴന്തമിഴ് പാട്ടുകളിൽ പ്രാചീന തമിഴകത്തെ ജനജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സാമൂഹിക ജീവിതം, കൃഷി, കാലിമേക്കൽ, ഒപ്പുകുറുക്കൽ, വിഭവങ്ങളുടെ കൈമാറ്റം എന്നിവയെക്കുറിച്ചെല്ലാം ഈ പാട്ടുകളിൽ പരാമർശമുണ്ട്. സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിലെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സാമൂഹിക ജീവിതം തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനം നിലനിന്നിരുന്നു. സാമൂഹികമായ വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല. സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു. സാമൂഹിക ജീവിതം, സ്ത്രീ പുരുഷ സമത്വം, സാമൂഹികമായ വേർതിരിവുകളില്ല. തൊഴിലിനെ അടിസ്ഥാനമാക്കി സാമൂഹിക വിഭജനം നിലനിന്നിരുന്നു. ഇനി സാമ്പത്തിക ജീവിതം. കൃഷിയായിരുന്നു പ്രധാന ഉപജീവന മാർഗം. കന്നുകാലി മേയ്ക്കല്, മീൻപിടുത്തം, വേട്ടയാടൽ എന്നിവ മറ്റ് ഉപജീവന മാർഗങ്ങളായിരുന്നു. സാമ്പത്തിക ജീവിതം. വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം നിലനിന്നിരുന്നു. കുരുമുളകും മറ്റ് സുഗന്ധ വ്യഞ്ജനങ്ങളുമായിരുന്നു പ്രധാനമായും വിദേശികൾ വാങ്ങിയിരുന്നത്. ചെമ്പ്, വെള്ളി, സ്വർണം മുതലായവ അവർ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. ഇനി തിണകൾ. ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി പ്രാചീന തമിഴകത്തിൽ 5 ഭൂവിഭാഗങ്ങൾ നിലനിന്നിരുന്നതായി സംഘകാല കൃതികളിൽ പരാമർശിക്കപ്പെടുന്നു. ഇവ ഐന്തിണകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഐന്തിണകൾ. ഓരോ തിണയിലെയും ജനങ്ങളുടെ ജീവിത രീതിയും ഉപജീവനവും തിണകളുടെ ഭൂമിശാസ്ത്ര സവിശേഷതകൾക്കനുസരിച്ച് വ്യത്യസ്തമായിരുന്നു. കുറിഞ്ചി എന്ന തിണയിലെ ഭൂമിശാസ്ത്ര സവിശേഷതകളാണ് കാട്, മല. ഇവിടുത്തെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് വനവിഭവ ശേഖരണം, വേട്ടയാടൽ ആയിരുന്നു. ഇനി മുല്ലൈ പുൽമേടുകളും കുറ്റിക്കാടുകളും നിറഞ്ഞ പ്രദേശത്താണ് മുല്ലൈ എന്നറിയപ്പെടുന്നത്. ഇവിടെ കന്നുകാലി മേക്കലായിരുന്നു ഉപജീവന മാർഗം. പാലൈ വരണ്ട പ്രദേശം, കൊള്ളയും കവർച്ചയുമായിരുന്നു ഉപജീവന മാർഗം. മരുതം എന്നുള്ളത് വയൽ പ്രദേശം, കൃഷി. മരുതം വയൽ പ്രദേശം, കൃഷി. നെയ്തൽ തീരപ്രദേശം, മീൻപിടുത്തവും ഉപ്പുകുറുക്കലും. നെയ്തൽ തീരപ്രദേശം, മീൻപിടുത്തം, ഉപ്പുകുറുക്കൽ. ഓരോ തിണയിലും ഉൽപ്പാദിപ്പിച്ചിരുന്ന വിഭവങ്ങൾ മറ്റു തിണകളുമായി കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. ഇത്തരം വിഭവ കൈമാറ്റം വ്യാപാര കേന്ദ്രങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. ഈ വ്യാപാര കേന്ദ്രങ്ങൾ അങ്ങാടികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്താണ് അങ്ങാടികൾ? പ്രാചീന തമിഴകത്തെ അങ്ങാടികളായിരുന്നു അല്ലലാവണയും നളങ്ങാടിയും. പ്രാചീന തമിഴകത്തെ അങ്ങാടികളാണ് അല്ലലാവണ, നാളങ്ങാടി. അല്ലലാവണം അന്തിച്ചന്തയും നാളങ്ങാടി പകൽ ചന്തയുമായിരുന്നു. തിണകളിലെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ ഇവിടെ കൈമാറ്റം ചെയ്തിരുന്നു.
ഇനി രാഷ്ട്രീയ വ്യവസ്ഥ. പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന ചേര, ചോള, പാണ്ഡ്യ ഭരണാധികാരികളെ ഒന്നായി മൂവേന്തർ അഥവാ മൂവരശർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തമിഴകത്തിൽ നിരവധി ഭരണകൂടങ്ങൾ നിലനിന്നിരുന്നുവെങ്കിലും മൂവേന്തർക്കായിരുന്നു അധികാര പദവി ഉണ്ടായിരുന്നത്. ഈ രാജാക്കന്മാരെ കോ, കോൻ, കടുംകോ എന്നും വിളിച്ചിരുന്നു. കോ, കോൻ, കടുംകോ. സംഘകാലത്തിനു ശേഷം ചേരരുടെ നിയന്ത്രണത്തിന് കീഴിലായ പ്രദേശങ്ങൾ പിൽക്കാലത്ത് പെരുമാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായി. ഇനി മഹോദയപുരത്തെ പെരുമാക്കൾ. CE 9-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മഹോദയപുരം കേന്ദ്രമാക്കി പെരുമാൾ ഭരണം സ്ഥാപിക്കപ്പെട്ടു. പെരുമാക്കൾ പിൽക്കാല ചേരർ എന്ന് അറിയപ്പെട്ടു. ഇവിടുത്തെ രാജാക്കന്മാർ പെരുമാള്, ചേരമാൻ, കുലശേഖര എന്നിങ്ങനെ സ്ഥാനപ്പേരുകൾ സ്വീകരിച്ചിരുന്നു. ചേരമാൻ, കുലശേഖര, പെരുമാൾ എന്നിങ്ങനെ സ്ഥാനപ്പേര് സ്വീകരിച്ചിരുന്നു. ഇനി മഹോദയപുരം. CE 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ ഭരണം നടത്തിയിരുന്ന പെരുമാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു മഹോദയപുരം. CE 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ ഭരണം നടത്തിയിരുന്ന പെരുമാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു മഹോദയപുരം. വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രമുഖ കേന്ദ്രം എന്ന നിലയിൽ ദക്ഷിണേന്ത്യയിലെങ്ങും പ്രസിദ്ധമായിരുന്നു മഹോദയപുരം. രാമരാജശേഖരൻ, സ്ഥാണുരവി, ഇന്ദുകോത, ഭാസ്കരരവി എന്നിവർ ഇവിടുത്തെ പ്രധാന ഭരണാധികാരികളായിരുന്നു. മഹോദയപുരത്തിലെ ഭരണാധികാരികളായിരുന്നു രാമരാജശേഖരൻ, സ്ഥാണുരവി, ഇന്ദുകോത, ഭാസ്കരരവി എന്നിവർ ഇവിടുത്തെ പ്രധാന ഭരണാധികാരികളായിരുന്നു. പെരുമാൾ ഭരണം. പെരുമാൾ ഭരണകാലത്ത് രാജ്യത്തെ വിവിധ നാടുകളായി തിരിച്ചു. നാടുകളെ ദേശങ്ങളായും ദേശങ്ങളെ കരകളായും വിഭജിച്ചു. നാടുകളുടെ ഭരണം നാടുവാഴികളും ദേശങ്ങളുടെ ഭരണം ദേശവാഴികളും നിർവഹിച്ചു. ദേശവാഴികൾ ജനകീയ സ്വഭാവമുള്ള ദേശക്കൂട്ടങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു ഭരിച്ചിരുന്നത്. കരകളുടെ ഭരണം നിർവഹിച്ചിരുന്നത് പഞ്ചായത്തുകളായിരുന്നു. ഭരണതലത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം പെരുമാളിനായിരുന്നു. ഭരണതലത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം പെരുമാളിനായിരുന്നു. സാമ്പത്തിക പുരോഗതി. ശക്തമായൊരു സാമ്പത്തിക അടിത്തറ പെരുമാൾ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കൃഷിയോടൊപ്പം വാണിജ്യവും അക്കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ചു. വിദേശ രാജ്യങ്ങളുമായുള്ള സുഗന്ധവ്യഞ്ജന വ്യാപാരം, തുറമുഖങ്ങൾ വഴി ലഭിച്ചിരുന്ന ചുങ്കവും പെരുമാൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക മാറ്റങ്ങൾക്ക് കാരണമായി. അക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ ആകമാനം നിലവിലുണ്ടായിരുന്ന അഞ്ചുവണ്ണം, മണിഗ്രാമം, വളഞ്ചിയർ, നാനാദേശികൾ തുടങ്ങി കച്ചവട സംഘങ്ങളുടെ വാണിജ്യ പ്രവർത്തനം ഈ മേഖലയുടെ സാമ്പത്തിക പുരോഗതിക്ക് സഹായകമായി. ഇനി സാംസ്കാരിക ജീവിതം. സാംസ്കാരിക ജീവിതത്തിൽ ഫസ്റ്റ്, കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ ക്ഷേത്രങ്ങൾ സാംസ്കാരിക ജീവിതത്തിൻ്റെ പ്രധാന സ്ഥാപനമായി മാറി. ജനനം മുതൽ ഒരേ തൊഴിൽ തന്നെ ഓരോരുത്തരും പരമ്പരാഗതമായി ചെയ്തു വന്നതിനാൽ ജാതി വ്യവസ്ഥ രൂപപ്പെട്ടു. വാസ്തുവിദ്യ, ശില്പകല, ചിത്രകല, വാദ്യകല, നൃത്തം, സംഗീതം എന്നിങ്ങനെ വിവിധ കലകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ചു. അനുഷ്ഠാന കലകളായ കൂത്തും കൂട്ടിയാട്ടവും ഈ കാലത്തിൽ വികാസം പ്രാപിച്ചവയാണ്. 12-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ പെരുമാക്കന്മാരുടെ ഭരണം ശിഥിലമായി. അതോടെ അവരുടെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങളുടെ രാഷ്ട്രീയ ഐക്യം നഷ്ടപ്പെട്ടു. തുടർന്ന് പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന പല നാടുകളും സ്വതന്ത്രമായി. ഇനി നാടുവാഴി സ്വരൂപങ്ങൾ.
പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന നാട് പിൽക്കാലത്ത് നാടുവാഴികളുടെ കീഴിൽ നാടുവാഴി സ്വരൂപങ്ങൾ എന്ന് അറിയപ്പെട്ടു. മരുമക്കത്തായ സമ്പ്രദായമനുസരിച്ച് നിലനിന്നിരുന്ന സ്വയംഭരണ പ്രദേശങ്ങളായിരുന്നു സ്വരൂപങ്ങൾ. മരുമക്കത്തായത്തെ അടിസ്ഥാനമാക്കി കൂട്ടുകുടുംബങ്ങളായിരുന്നു സ്വരൂപങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. നാടുവാഴി സ്വരൂപങ്ങളിൽ പെട്ടവയായിരുന്നു കോലത്തുനാട്, കണ്ണൂർ. നാടുവാഴി സ്വരൂപങ്ങളിൽപ്പെട്ടത് കോലത്തുനാട്, കണ്ണൂർ. നെടിയിരുപ്പ് തമിഴ്നാട്. നെടിയിരുപ്പ് കോഴിക്കോട്. നെടിയിരുപ്പ് കോഴിക്കോട്. പെരുമ്പടപ്പ് കൊച്ചി. പെരുമ്പടപ്പ് കൊച്ചി. തൃപ്പാപ്പൂർ വേണാട്. തൃപ്പാപ്പൂർ വേണാട് എന്നിവ. നാടുവാഴി ഭരണത്തിൻ്റെ വ്യാപനത്തോടെ ജന്മി സമ്പ്രദായം വ്യാപകമായി. മധ്യകാല കേരളത്തിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വ്യവസ്ഥകളെ നിയന്ത്രിച്ചിരുന്ന സംവിധാനമായിരുന്നു ജന്മി സമ്പ്രദായം. ജന്മി സമ്പ്രദായത്തിൻ്റെ വ്യാപനത്തിൻ്റെ ഫലമായാണ് നാടുവാഴി സ്വരൂപങ്ങൾ ഉയർന്നു വന്നത്. എന്താണ് മക്കത്തായം? എന്താണ് മരുമക്കത്തായം? പണ്ടുകാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന പിന്തുടർച്ചാവകാശ രീതിയാണ് മക്കത്തായവും മരുമക്കത്തായവും. പിന്തുടർച്ചാവകാശം പിതാവിൽ നിന്ന് മക്കൾക്ക് കൈമാറ്റം ചെയ്യുന്ന രീതി മക്കത്തായം. പിതാവിൽ നിന്ന് മക്കത്തായം. എന്നാൽ പിന്തുടർച്ചാവകാശം സഹോദരിയുടെ പുത്രന്മാർക്ക് കൈമാറ്റം ചെയ്യുന്ന രീതി മരുമക്കത്തായം. സഹോദരിയുടെ പുത്രന്മാർക്ക് കൈമാറ്റം ചെയ്യുന്ന രീതി മരുമക്കത്തായം. ഇനി പ്രധാന നാടുവാഴി സ്വരൂപങ്ങൾ. കോലത്തുനാട് സ്വരൂപം എന്നത് കണ്ണൂർ കേന്ദ്രമാക്കി ഭരണം നടത്തി. കോലത്തുനാട് കണ്ണൂർ കേന്ദ്രമാക്കി ഭരണം നടത്തി. ഭരണാധികാരി കോലത്തിരി എന്നറിയപ്പെട്ടു. കോലത്തുനാടിലെ ഭരണാധികാരി കോലത്തിരി. നെടിയിരുപ്പ് സ്വരൂപം കോഴിക്കോട് കേന്ദ്രമാക്കി ഭരണം. നെടിയിരുപ്പ് കോഴിക്കോട്. ഭരണാധികാരി നെടിയിരുപ്പ് സ്വരൂപം കോഴിക്കോട് കേന്ദ്രമാക്കി ഭരണം. ഭരണാധികാരി സാമൂതിരി എന്നറിയപ്പെട്ടു. മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം ലഭിച്ചതോടെ സാമൂതിരിയുടെ പ്രശസ്തി വർദ്ധിച്ചു. പെരുമ്പടപ്പ് സ്വരൂപം കൊടുങ്ങല്ലൂർ പ്രദേശമാണ് പെരുമ്പടപ്പ് സ്വരൂപമായി മാറിയത്. പെരുമ്പടപ്പ് സ്വരൂപം കൊടുങ്ങല്ലൂർ. പിൽക്കാലത്ത് കൊച്ചി രാജവംശം എന്ന പേരിൽ അറിയപ്പെട്ടു. പെരുമ്പടപ്പ് സ്വരൂപം പിൽക്കാലത്ത് കൊച്ചി രാജവംശം എന്ന പേരിൽ അറിയപ്പെട്ടു. തൃപ്പാപ്പൂർ സ്വരൂപം വേണാട്. തൃപ്പാപ്പൂർ വേണാട്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന സ്വരൂപം തൃപ്പാപ്പൂർ. പിന്നീട് തിരുവിതാംകൂർ എന്ന പ്രബല നാട്ടുരാജ്യമായി പരിണമിച്ചു. വേണാട് തിരുവിതാംകൂർ എന്ന ശക്തമായ ഒരു നാട്ടുരാജ്യമായി വികാസം പ്രാപിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തായിരുന്നു. ശക്തൻ തമ്പുരാനാണ് പെരുമ്പടപ്പ് സ്വരൂപത്തെ കൊച്ചി രാജ്യമാക്കി മാറ്റിയത്. മാർത്താണ്ഡവർമ്മയുടെയും ശക്തൻ തമ്പുരാൻ്റെയും ചില ഭരണപരിഷ്കാരങ്ങൾ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഭൂപ്രമാണിമാരായ 8 വീട്ടിൽ പിള്ളമാരെയും മാടമ്പിമാരെയും അമർച്ച ചെയ്തു. രാജ്യത്തെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജ്യത്തെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. തൃപ്പടിദാനം നടത്തിയതും മാർത്താണ്ഡവർമ്മ. ഇനി ശക്തൻ തമ്പുരാന് നാടുവാഴികളെ അമർച്ച ചെയ്തു. വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചു. ശക്തൻ തമ്പുരാന് നാടുവാഴികളെ അമർച്ച ചെയ്തു. വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചു. മാമാങ്കം. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിലെ 12 വർഷത്തിലൊരിക്കൽ കൊണ്ടാടിയിരുന്ന ഉത്സവമാണ് മാമാങ്കം. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിലെ 12 വർഷത്തിലൊരിക്കൽ കൊണ്ടാടിയ ഉത്സവം മാമാങ്കം. വള്ളുവനാട്ടിലെ ഭരണാധികാരിയായിരുന്ന വള്ളുവ കോനാതിരിയിൽ നിന്നും മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം പിൽക്കാലത്ത് സാമൂതിരി പിടിച്ചെടുത്തു. വള്ളുവനാട്ടിലെ ഭരണാധികാരിയായിരുന്ന വള്ളുവ കോനാതിരിയിൽ നിന്ന് മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം പിൽക്കാലത്ത് സാമൂതിരി പിടിച്ചെടുത്തു. എന്താണ് തൃപ്പടിദാനം?
1750 ജനുവരി 3-ാം തീയതി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി. തിരുവിതാംകൂറിൻ്റെ കുലദൈവമായിരുന്ന ശ്രീ പത്മനാഭന് തൻ്റെ അധികാരത്തിൻ്റെ അടയാളമായ ഉടവാൾ അടിയറ വച്ച് അദ്ദേഹം പത്മനാഭദാസനായി മാറിയതാണ് തൃപ്പടിദാനം എന്ന് അറിയപ്പെടുന്നത്. അതിരുകവിഞ്ഞ ഭൂപ്രഭുത്വ ഭീഷണിയെ നേരിടുന്നതിനു വേണ്ടി മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണത്തിൽ വരുത്തിയ മാറ്റത്തിൻ്റെ ഭാഗമായിരുന്നു ഇത്. പ്രാചീന തമിഴകത്തിൻ്റെ ഭാഗമായിരുന്ന കേരളം പെരുമാക്കന്മാരുടെ ഭരണത്തോടെ ഒരു പ്രത്യേക രാഷ്ട്രീയ മേഖലയായി രൂപപ്പെട്ടു. എന്നാൽ പെരുമാൾ ഭരണത്തിൻ്റെ തകർച്ച ആ രാഷ്ട്രീയ ഐക്യത്തെ ശിഥിലമാക്കി. സ്വതന്ത്ര സ്വയംഭരണ പ്രദേശങ്ങളായി നാടുവാഴി സ്വരൂപങ്ങൾ രൂപപ്പെട്ടത് മധ്യകാല കേരളത്തിൻ്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ബന്ധങ്ങളെ മാറ്റിമറിച്ചു. പിൽക്കാലത്ത് ഈ നാടുവാഴി സ്വരൂപങ്ങളിൽ നിന്ന് രൂപപ്പെട്ട നാട്ടുരാജ്യങ്ങൾ ഏകീകരിക്കപ്പെട്ടാണ് ഇന്നത്തെ കേരളം രൂപീകൃതമായത്. കൂടുതൽ SCRT വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക് യു.